ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 8-ലെ ഫിഗർ ഇറ്റ് ഔട്ടിലെ 5th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. വാട്ട് ഹാപ്പൻ വെൻ യു ആഡ് അപ്പ് പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ദാറ്റ് ഈസ് ടേക്ക് 1 + 3, 3 + 6, 6 + 10, 10 + 15 etc. വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? വൈ? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എ പിക്ചർ? അതായത് പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ്, അതായത് ട്രയാങ്കുലർ നമ്പേഴ്സിലെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? പെയറായിട്ടെടുത്ത് അതിനെ അപ്പിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എടുക്കുന്ന വിധം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. പെയറായിട്ടാണ് എടുത്തിട്ടുള്ളത്. 1ഉം 3ഉം, 3ഉം 6ഉം, 6ഉം 10ഉം, 10ഉം 15ഉം ഇങ്ങനെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുള്ള സീക്വൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ട്രയാങ്കുലർ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നൊന്ന് എഴുതണം. ദ ട്രയാങ്കുലർ നമ്പേഴ്സ് ആർ, ഏതൊക്കെയാണ് ട്രയാങ്കുലർ നമ്പേഴ്സ്? 1, 3, 6, 10, 15 എക്സെട്ര. ഇതാണ് ട്രയാങ്കുലർ നമ്പേഴ്സ്. ഇതിനെ എങ്ങനെയാണ്? കോൺസിക്യൂട്ടീവ് പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ്, അതായത് അടുത്തടുത്ത് വരുന്ന 2 ട്രയാങ്കുലർ നമ്പേഴ്സ് എടുത്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ ആദ്യം നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 + 3. 1 നമുക്ക് അതേപോലെ തന്നെ എഴുതാം. അടുത്തത് 1 + 3 ദാറ്റ് ഈസ് 4. അടുത്തത് ഈ 1ഉം 3ഉം എടുത്തു. ഇനി അടുത്തത് 3ഉം 6ഉം. 3 + 6 ദാറ്റ് ഈസ് 9. ഇനി 6 + 10 ദാറ്റ് ഈസ് 16. ഇനി 10 + 15 ദാറ്റ് ഈസ് 25. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? 1, 4, 9, 16, 25. ഈ നമ്പേഴ്സ് എങ്ങനെയുള്ള നമ്പേഴ്സാണ്? സ്ക്വയർ നമ്പേഴ്സ് ആണ്, അല്ലേ? 1 എന്ന് പറയുന്നത് 1 × 1 ആണ്. അപ്പോൾ നമുക്ക് 1² എന്ന് എഴുതാം. 4 എന്ന് പറയുന്നത് 2 × 2 ആണ്. 2² എന്ന് എഴുതാം. അടുത്തത് 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. ദാറ്റ് ഈസ് 3². 16 എന്ന് പറയുന്നത് 4 × 4 ആണ്. ദാറ്റ് ഈസ് 4². 25 എന്ന് പറയുന്നത് 5 × 5 ആണ്. ദാറ്റ് ഈസ് 5². അതായത് 5നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3യെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മളിവിടെ പവർ കൊടുത്ത് എഴുതുന്നത്. ഇതൊക്കെ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 1, 4, 9, 16, 25 ഇതെങ്ങനെയുള്ള സീക്വൻസ് ആണ്? സ്ക്വയർ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്, ഇല്ലേ? അപ്പോൾ വാട്ട് ഹാപ്പൻ വെൻ യു ആഡ് അപ്പ് പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് ഇവിടെ കിട്ടും, അല്ലേ? ഏത് സീക്വൻസാണ് കിട്ടുന്നത്? സ്ക്വയർ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. അപ്പോൾ ദ സീക്വൻസ് ഈസ് 1, 4, 9, 16, 25 എക്സെട്ര വിച്ച് ആർ സ്ക്വയർ നമ്പേഴ്സ്. ഇനി വൈ എന്നൊരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെയുണ്ട്. അതിനും കൂടെ ആൻസർ നമ്മൾ എഴുതണം. എന്തെഴുതാം? This happens because the sum of 2 consecutive triangular numbers always result in a perfect square. ഇനി നമുക്ക് can you explain it with a picture? അതായത് 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ചേരുമ്പോൾ സ്ക്വയർ നമ്പറാണ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ പിക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് 1 നമുക്ക് ഡോട്ട് ഇട്ട് തന്നെ കൊടുക്കുക, അല്ലേ? അപ്പോൾ ഫസ്റ്റ് 1 ഇവിടെ നമ്മൾ ഡോട്ട് ഇട്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്തത് എന്താണ്? 1 + 3. അപ്പോൾ 1 ഒരു ട്രയാങ്കുലർ നമ്പറാണ്. അപ്പോൾ 1 ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത ട്രയാങ്കുലർ നമ്പർ 1, 2, 3 കണ്ടല്ലോ. നമുക്ക് ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിൽ കിട്ടി. അപ്പോൾ നോക്കിയേ, 1 ഒരു ട്രയാങ്കുലർ നമ്പറാണ്. 3 എന്താ? ഇവിടെ ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ്, കണ്ടോ? അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പർ ചേർന്നപ്പോൾ നമുക്ക് സ്ക്വയർ നമ്പർ കിട്ടി. ഇനി അടുത്തത് നോക്കാം. 3ഉം 6ഉം. അപ്പോൾ 3 എങ്ങനെ എടുക്കാം? 1, 2, 3. 3 എടുത്തു. ഇനി അടുത്തത് 6. അപ്പോൾ 1, 2, 3, 4, 5, 6 ഉണ്ടല്ലോ. 3 ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ്, 6ഉം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഇനി അടുത്തത് 6 + 10. അപ്പോൾ 1,
2 3 4 5 6 6നെ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് 10. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ അതാ 6 ട്രയാങ്കിൾ ഷേപ്പിലാണ്, 10ഉം ട്രയാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ അടുത്തടുത്ത് കോൺസിക്യൂട്ടീവായിട്ടുള്ള 2 ട്രയാങ്കുലർ നമ്പേഴ്സ് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കിട്ടി. ഇതേപോലെ ബാക്കി കോൺസിക്യൂട്ടീവായിട്ടുള്ളത് ചെയ്താലും നമുക്ക് സ്ക്വയർ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഞാൻ ഇടുന്ന ഡോട്ടുകൾക്ക് വ്യത്യാസം വന്നതുകൊണ്ടാണ് ഇവിടെ ഷേപ്പിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.